ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ ഒരു പുതിയ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കമലാമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് മാഷ്. ഇതേ സമയത്തിന് പകരം വീട്ടാനായിട്ട് വേണ്ടിയിട്ട് അച്ഛനും അമ്മയ്ക്കും നേരെ വിക്രമിൻ്റെ അച്ഛനും അമ്മയ്ക്കും നേരെ ആക്രമണം നടത്താനാണ് സാബു ശ്രമിക്കുന്നത്. അങ്ങനെ അച്ഛനെ ഇല്ലാതാക്കാനുള്ള പ്ലാനോടുകൂടി അവരിങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. ഇവർ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് 3-4 ഗുണ്ടകൾ അവരുടെ പുറകെ കൂടുന്നുണ്ട്. ഇതേ സമയം തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഫ്രണ്ടിൽ കൂടി വന്നിട്ട് ബൈക്കിലും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ നടന്നു വരുന്ന സമയത്ത് മാഷിൻ്റെയും കമലാമ്മയുടെയും ഫ്രണ്ടിലേക്ക് ബൈക്ക് മറിഞ്ഞ് അയാൾ ആക്സിഡൻറ്റിൽ പെടാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് കമലാമ്മയാണ് പെട്ടെന്ന് മോനെ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ച് എഴുന്നേൽപ്പിച്ച് മോൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ, എന്താ ഇങ്ങനെ അനസമായിട്ട് നടക്കുന്നേ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണോ എന്നൊക്കെ ചോദിച്ച് കമലാമ്മ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതേസമയം താൻ കൊല്ലാൻ വന്നവരാണ് ഇത്ര കരുണയോടുകൂടി തന്നോട് പെരുമാറുന്നതെന്ന് കണ്ട ആ ഗുണ്ടയ്ക്ക് മനമാറ്റം വരികയാണ് കേട്ടോ. അയാൾ പെട്ടെന്ന് അവരുടെ സ്നേഹത്തിൻ്റെയും അവരുടെ നല്ല മനസ്സിൻ്റെയും മുമ്പിൽ അയാൾ തല കുനിച്ചു പോവുകയാണ്. അയാളൊന്നും പെട്ടെന്ന് മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയം നമ്മുടെ കമലാമ്മയാണെങ്കിൽ ഒട്ടും സുഖമില്ലാതെയാണ് അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം അവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിലും അവർ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മാഷിന് നല്ല ടെൻഷനാണ്. കമലാമ്മയ്ക്ക് BP ഷുഗറൊക്കെ കൂടുതലാണ്. അങ്ങനെ വിഷമത്തിൽ ഉള്ള ജോലിയൊന്നും കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട, മരുന്നൊക്കെ കുടിച്ച് കിടക്കാനൊക്കെ നോക്കുന്ന കമലാമ്മയോട് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒന്ന് അമ്പലത്തിൽ വരെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തായാലും റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് മാഷ് ഇങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതേസമയം മാഷ് എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാബുവിൻ്റെ ഗുണ്ടകൾ. ഇങ്ങനെ ഫസ്റ്റ് ചാൻസിൽ തന്നെ മിസ്സായി. എന്നാൽ മാഷ് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന് അമ്പലത്തിലേക്ക് പോകുന്ന കാര്യവും അവർ ആ നിമിഷം തന്നെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്കിൽ പിന്നെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് തന്നെ മാഷിനെ അങ്ങ് തീർത്തേക്കാം എന്ന രീതിയിലാണ് അവരൊരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ അമ്മ രക്ഷിച്ച ഒരു ഗുണ്ടയുണ്ടല്ലോ, അദ്ദേഹം എന്തോ ഒരു മനസ്സിന് വല്ലായ്മ തോന്നുകയും അങ്ങനെ ആ അമ്മയോട് തോന്നിയ ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് അയാൾ വന്ന് വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറയുകയാണ്. മാഷിപ്പോൾ അമ്പലത്തിലേക്കല്ലേ പോയിരിക്കുന്നത്, മാഷെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറച്ചു പേരും മാഷിൻ്റെ പുറകെ തന്നെയുണ്ട്. അതിലൊരാളായിരുന്നു ഞാനും. എന്നാൽ അമ്മ എന്നോട് ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചപ്പോൾ എനിക്ക് അമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ രക്ഷിക്കാൻ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ. ഇനി ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. എന്തായാലും നിങ്ങൾ മാഷിൻ്റെ ജീവൻ രക്ഷിക്കെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇതേസമയം വേദയും കമലാമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. വേദയും കമലാമ്മയാണെങ്കിൽ ആകെ കരച്ചിലായിരിക്കും. ഈ സമയം വേദയൊന്നും മിണ്ടാനാകാതെ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്താ ഇനി ചെയ്യുക എന്നും അറിയില്ലല്ലോ. അങ്ങനെ വേദയാണെങ്കിൽ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് വിക്രമിൻ്റെ ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. അതേസമയം വിക്രമിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇനി എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ എന്നോർത്ത് വേദ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കമലയ്ക്ക് എന്താ ചെയ്യേണ്ട എന്നുള്ള കാര്യം അറിയാതെ ഭയങ്കര ടെൻഷൻ അടിക്കുകയാണ്. ആ സമയത്തേക്ക് കമല ഇങ്ങനെ കരയുന്ന കേട്ടിട്ട് വേദ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അമ്മയൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേദയും ആകെ എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. പോലീസിൽ അറിയിച്ചാലും മാഷ് ഒരു സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ. അപ്പോൾ മാഷിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞാൽ എത്രത്തോളം വേഗത്തിൽ അവരെ അവിടെ എത്തും, മാഷിൻ്റെ ജീവൻ രക്ഷിക്കും എന്നൊക്കെ അറിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വേദ എന്താ ചെയ്യാന്ന് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ വേദയ്ക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുന്നുണ്ട് കേട്ടോ. പോലീസുകാരെ കൊണ്ടല്ലാതെ അത്രയും ഗുണ്ടകളുടെ അത്രയും ആൾത്തിരക്കുള്ള ഇടത്തു നിന്നും മാഷിനെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് വേദയ്ക്കറിയാം. അങ്ങനെ പെട്ടെന്ന് തന്നെ വേദയാണെങ്കിൽ വേദയുടെ അച്ഛൻ ശങ്കരനാരായണനെ വിളിക്കുന്നുണ്ട്. എന്താ മോളെ വിശേഷിച്ചെന്ന് ചോദിക്കുമ്പോൾ അച്ഛനോട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ മോളെ പറഞ്ഞോ എന്ന് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഇത് നേരിൽ കണ്ട് സംസാരിക്കേണ്ട കാര്യമാണെന്ന് പറയുമ്പോഴേക്കും ശങ്കരനാരായണന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും നീ എന്നെ വിളിച്ച് എന്തിനാണെന്ന് എനിക്കറിയാം. അപ്പോൾ മോള് പറയുന്ന സ്ഥലത്ത് ഞാൻ ഉടനെ തന്നെ വന്നേക്കാമെന്ന് പറയുമ്പോഴേക്കും
വേദ മാഷ് പോയിരിക്കുന്ന അമ്പലത്തിൻ്റെ പേര് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദയുടെയും വിക്രമിൻ്റെയും വിവാഹം നടന്ന അതേ അമ്പലമാണത്. അപ്പോൾ ആ അമ്പലത്തിൽ വരാൻ പറഞ്ഞത് അപ്പോൾ ശങ്കരനാരായണൻ കരുതുന്നുണ്ട് വേദ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറി തൻ്റെ താലിയൊക്കെ അറുത്തു മാറ്റി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യം പറയാനാണ്. അത് വേദയുടെ നാവിൽ നിന്ന് കേൾക്കാനുള്ള ആവേശത്തോടു കൂടി ശങ്കരനാരായണൻ മോളെ ഞാൻ ഇപ്പം തന്നെ എത്തിയേക്കാമെന്ന് പറഞ്ഞ് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് വരാൻ തയ്യാറാവുന്നുണ്ട്. അതേസമയം വേദയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഒരു ഓട്ടോ വിളിച്ച് പോരുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക്. ഈ സമയം വഴിയിൽ വെച്ച് ഒരു ബൂത്തിൽ കയറി പോലീസിൽ വിളിക്കുന്നുണ്ട്. ജസ്റ്റിസ് ശങ്കരനാരായണ മേനോൻ്റെ ജീവൻ ആപത്തിലാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു അമ്പലത്തിലുണ്ട്. അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് കുറേ ഗുണ്ടകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേക്കും പോലീസുകാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം വേദ പറയുന്നുണ്ട് ഒരു വെൽവിഷറാണ്, എന്തായാലും നിങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ മാത്രം രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് വേദ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് അമ്പലത്തിലേക്ക്. ഇങ്ങനെ പോകുന്ന സമയത്ത് ശങ്കരനാരായണനാണെങ്കിൽ അവിടെ എത്തിയിട്ട് വേദയെ വിളിക്കുന്നുണ്ട്. മോളെ എവിടെയാ? ഞാൻ അമ്പലത്തിൽ എത്തിയല്ലോ, എന്തേ ഇത്ര വൈകിയെന്ന് ചോദിക്കും. അച്ഛൻ ഞാൻ ഇപ്പം തന്നെ എത്തിയേക്കാം, ഞാൻ ട്രാഫിക് ബ്ലോക്കിൽ അകപ്പെട്ടതുകൊണ്ടാണ്, എനിക്ക് കാറൊന്നും ഇല്ലല്ലോ, ഞാൻ ഓട്ടോയ്ക്ക് വരണ്ടേ, അപ്പോൾ ഞാൻ എത്തിയേക്കാം, അച്ഛൻ വെയിറ്റ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം പോലീസുകാരെ പെട്ടെന്ന് തന്നെ എത്തുന്ന സമയത്ത് നമ്മുടെ മാഷിനെയാണ് പിന്നീട് കാണിക്കുന്നത്. മാഷിൻ്റെ പുറകെ മാഷിങ്ങനെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് മാഷിൻ്റെ പുറകെ ഇങ്ങനെ ഗുണ്ടകൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പുറകെ തന്നെ വാച്ച് ചെയ്ത് വരികയാണ് കേട്ടോ. ഇതൊന്നും അറിയാതെ മാഷ് ഇങ്ങനെ നടക്കുകയാണ്. അതേസമയം ഗുണ്ടകൾ കാണുന്നുണ്ട്, ഒരു കൂട്ടം പോലീസുകാർ വന്ന് അമ്പലം വളഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ട്. ഈ സമയം അവർ പെട്ടെന്ന് മാഷിൻ്റെ പുറകിൽ നിന്ന് അവർ മാറാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ശങ്കരനാരായണനെ കണ്ട പോലീസുകാർ പറയുന്നുണ്ട് സാർ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകണം, താങ്കളുടെ ജീവൻ ആപത്തിലാണ് എന്ന് പറയുമ്പോഴേക്കും ശങ്കരനാരായണൻ വഴക്ക് പറയുന്നുണ്ട്. എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ എൻ്റെ മോളെ കാണാനായിട്ട് വന്നതാണ് എന്ന് പറയുമ്പോഴേക്കും ഇല്ല പറ്റില്ല സാർ, നിങ്ങളുടെ ജീവനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അത്യാവശ്യം, ഒന്ന് സഹകരിക്കണം സാർ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവരങ്ങനെ കൊണ്ടുവിടുകയാണ് കേട്ടോ. ആ സമയം മറ്റൊരു പോലീസുകാരൻ മാഷിനെയും കാണുമ്പോഴേക്കും പറയുന്നുണ്ട് അയ്യോ ഇത് ശങ്കരനാരായണൻ്റെ ബന്ധുവാണല്ലോ, അപ്പോൾ ഇദ്ദേഹത്തിനെയും ജീവൻ ആപത്തിലായേക്കാം, അപ്പോൾ ഇദ്ദേഹത്തിനെയും നമുക്ക് വീട്ടിലെത്തിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് മാഷിനെയും പെട്ടെന്ന് പോലീസ് ജീപ്പിൽ തന്നെ കയറ്റി അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയാണ്. ഈ സമയം കമലാമ്മ ആകെ ടെൻഷൻ അടിച്ച് ഓട്ടോ വിളിച്ച് അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും മാഷിന് പോലീസ് ജീപ്പിൽ പെട്ടെന്ന് കയറ്റി കൊണ്ടുപോകുന്ന കാണുന്നുണ്ട് കേട്ടോ. ഈ സമയം കമലാമ്മ തിരിച്ച് ഓട്ടോയിൽ തന്നെ തിരിച്ചു പോരുകയാണ്. ഇതൊന്നും അറിയാതെ മാഷ് വീട്ടിലെത്തിയിട്ട് മാഷ് ഇങ്ങനെ റെസ്റ്റ് വന്ന് ഇരിക്കുകയാണ്. പോലീസ് ജീപ്പിൽ വന്ന് ഇറങ്ങുന്ന കണ്ടിട്ട് നന്ദിനിയും ശ്രീജയൊക്കെ ആകെ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്താ അപ്പോൾ വേദിയും ഒന്നും അറിയാത്ത രീതിയിൽ വേദിയും വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നിട്ട് ചോദിക്കുക എന്താ അച്ഛാ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട് അതെ ശങ്കരനാരായണൻ്റെ ജീവൻ എന്തോ ആപത്തെന്ന് പറഞ്ഞ് ഒരു എന്തോ സിഗ്നൽ മെസ്സേജ് വന്നത്രേ, അതുകൊണ്ട് എന്നെയും അദ്ദേഹത്തിൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞ് അവർ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതാ എന്ന് പറയുമ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്ത് അപകടം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത രീതിയിൽ വേദ നിൽക്കുന്നുണ്ട്. മാഷു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കമലാമ്മ ഓടി അണച്ച് പെട്ടെന്ന് വരുന്നത് കാണുന്നത്. അപ്പോഴേക്കും മാഷു ചോദിക്കുന്നുണ്ട് നിനക്ക് സുഖമില്ലാതെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് എവിടെ പോയിട്ട് വരുവാ നീ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലാമ്മ ഇതൊന്നും അറിയാത്ത രീതിയിൽ അത് ഞാൻ അപ്പുറം വരെ പോയതാണ് എന്ന് പറയുമ്പോഴേക്കും മാഷ് വഴക്ക് പറയുന്നുണ്ട്. ഇവിടെ ജോലിയൊക്കെ ചെയ്യാൻ വേറെ ആരും ഇല്ലേ, നീയേ ഉള്ളോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട് അല്ല ഞാൻ ജോലിയൊന്നും ചെയ്യാൻ പോയതല്ല, ഞാൻ അപ്പുറം വരെ പോയതാന്ന് പറഞ്ഞ് കമലാമ്മ കണ്ണൊക്കെ നിറഞ്ഞ് മാഷിനെ കണ്ട് സമാധാനത്തിൽ ഉള്ളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. ഇതൊന്നും അറിയാതെ മാഷു ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് കമലാമ്മയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ ഇത്രയും പെട്ടെന്ന് രക്ഷിച്ചത് എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ്
വേദ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അതേസമയം ശങ്കരനാരായണൻ വീണ്ടും വേദയെ വിളിക്കുകയാണ്. എന്താ മോളെ, നീ വന്നിരുന്നോ? ഞാൻ അമ്പലത്തിൽ വന്നപ്പോൾ എന്തോ ജീവൻ ആപത്തെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. അങ്ങനെ പോലീസുകാർ എന്നെ അവിടെ നിർത്താൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞാൻ തിരികെ പോന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതാ അച്ഛാ, ഞാനും അറിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് എന്നെയും പോലീസുകാർ അങ്ങോട്ടേക്ക് കടത്തി വിട്ടില്ല, ഞാനും തിരിച്ചു വന്നു. എന്തായാലും അടുത്ത ദിവസം തന്നെ ഞാൻ അച്ഛനെ വന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് വേദ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കമലാമ്മ കാണുകയാണ്. ഇങ്ങനെ കമലാമ്മ വന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, എന്താ മോളെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും വേദ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മേ, ഞാൻ വിക്രമിനെ വിളിച്ചിരുന്നു, എന്നാൽ വിക്രം ഫോണ് സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു, അതുകൊണ്ട് വേറെ ഒരു വഴിയും മാഷിനെ രക്ഷിക്കാനായിട്ട് കണ്ടെത്തിയില്ല. പിന്നെ മാഷ് ഒരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ട് പോലീസിൽ അറിയിച്ചാലും എത്രത്തോളം നേരത്തെ അവിടെ എത്തുമെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അച്ഛനെ അവിടെ വരുത്തി അച്ഛൻ്റെ ജീവൻ ആപത്താണെന്ന് പോലീസുകാർക്ക് ഫോൺ വിളിച്ച് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും കമലാംഗ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. മോളെ, മാഷില്ലാത്ത ജീവിതത്തെക്കുറിച്ച് എനിക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ താലിയുടെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് മോൾക്കറിയാം. അതുകൊണ്ടാണ് മോളിപ്പോൾ മാഷിൻ്റെ ജീവൻ പോലും രക്ഷിച്ചത്. എനിക്ക് മോളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല മോളെ, നീ എൻ്റെ താലിയാണ് രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് കമലാമ്മ ആകെ പൊട്ടിക്കരഞ്ഞ് വേദയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം വരുമ്പോഴേക്കും കമലാമ്മ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിക്രമിനോടും പറയുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയുടെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ നന്ദി, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവനാണ് നീ രക്ഷപ്പെടുത്തിയത്, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ അച്ഛനെയും അമ്മയും കൊല്ലുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ നിസ്സാരക്കാരല്ല, ഇനിയും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.